പടിഞ്ഞാറേ അറ്റത്തുള്ള കൊച്ചു ദ്വീപുകൾ. അവിടെ 5 ലക്ഷത്തോളം മാത്രം വരുന്ന ജനത. ആ ചെറിയ ദ്വീപിൽ നിന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ കായിക വേദിയിലേക്ക് 11 പേർ കടന്നു വരുന്നു. ഫിഫ വേൾഡ് കപ്പിന്റെ പ്രൗഢഗംഭീരമായ വേദിയിൽ കയ്യും മേയും മറന്ന് അവർ പോരാട്ട വീര്യം കാഴ്ചവെച്ചിരിക്കുന്നു. പറയുന്നത് കാബോ വെർദെയെ കുറിച്ചാണ്. ലോക 2ാം നമ്പർ ടീമായ അക്രമ ഫുട്ബോളിന്റെ സൂപ്പർ താരങ്ങൾ നിറഞ്ഞ സ്പെയിനിനോട് ആദ്യ മത്സരം കളിക്കാൻ ഇറങ്ങിയ ഈ ടീം ജീവൻ പണയം വെച്ച് ഡിഫെൻഡ് ചെയ്യുന്നു. 40-കാരനായ ഗോൾ കീപ്പർ വെസീന്യോ ഇടവും വലവും വീണ് ചാടി ഓരോ ബോളും സേവ് ചെയ്യുമ്പോൾ ഗാലറി മുഴുവൻ കയ്യടികളും ആരവങ്ങളുമായിരുന്നു. സ്പെയിൻ തങ്ങളുടെ ബെഞ്ചിൽ നിന്ന് ലെമിൻ യമാലിനെയും നിക്കോ വില്യംസിനെയും എല്ലാം കളത്തിലേക്ക് ഇറക്കിയിട്ടും അടിയുറച്ച് ഡിഫെൻഡ് ചെയ്ത് ആ ടീമിനെ തളർത്താനും കീഴ്പ്പെടുത്താനും ആയില്ല. 90 മിനിറ്റിനു ശേഷം ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ സ്പെയിനിന്റെ മുഖത്ത് അതിയായ നിരാശയായിരുന്നെങ്കിൽ കാബോ വെർദെ എന്ന കൊച്ചു രാജ്യത്തിന്റെ മുഖത്ത് ഒരു ലോക കിരീടം നേടിയ സന്തോഷമായിരുന്നു. ലോക 2ാം നമ്പർ ടീമിനോട് 90 മിനിറ്റ് പൊരുതി നിന്ന് നേടിയ ഒരു പോയിന്റിന് വലിയ സന്തോഷങ്ങൾ നൽകാൻ കഴിവുണ്ടായിരുന്നു. അടുത്ത റൗണ്ടുകളിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി കൂടുതൽ ധൈര്യത്തോടുകൂടി കളത്തിൽ ഇറങ്ങാനും തളരാത്ത പോരാട്ട വീര്യം കാത്തു സൂക്ഷിച്ച് സ്വന്തം രാജ്യത്തിനു വേണ്ടി കളിക്കളത്തിൽ നിലകൊള്ളാനും ആ 11 പേരും തയ്യാറായിരിക്കും. കാബോ വെർദെക്ക് ഒരു ഫുട്ബോൾ ആരാധകയുടെ വലിയ സല്യൂട്ട്.